റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപുത്രിയായ സൈനബ് റളിയല്ലാഹു അൻഹയെ കബറടക്കുന്ന സമയത്ത് സൈനബിനെ കബറിലേക്ക് വച്ചു മണ്ണിട്ട് മൂടിയതിനു ശേഷം ആ കബറിനരികിൽ നിന്നുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നത് സഹാബാക്കൾ കാണും. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നുണ്ട്. മുഖത്തെല്ലാം വല്ലാത്തൊരു പ്രയാസം സഹാബാക്കൾക്ക് കാണാൻ കഴിയും. കുറച്ചു കഴിഞ്ഞതെല്ലാം മാറി. അപ്പോൾ നബിയോട് ചോദിച്ചു, എന്തായിരുന്നു അമ്മയുടെ വിഷമം? എന്തോർത്താണ് താങ്കൾ ആ പ്രയാസപ്പെട്ടത്? എന്തിനാണ് അങ്ങ് കരഞ്ഞത്? അപ്പോൾ വിശ്വാസം പറഞ്ഞു, വലക്കത് കൊഴുത്തത് കഴുത്തത്ത് സമീഹമാവൈനൽ ഹാഫിക്കൈ. എന്റെ മകൾ സൈനബിനെ കബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞപ്പോൾ ആ കബർ അവളെ ഒന്ന് ഞെരുക്കി. ആ കബർ ഞെരുക്കിയപ്പോൾ അവളുടെ വാരിയല്ലുകൾ പരസ്പരം കോർന്നു. ഞാനത് കേട്ടു. കിഴക്ക് പടിഞ്ഞാറിനിടയുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും അത് കേൾക്കാൻ കഴിയും, മനുഷ്യർക്കൊഴികെ. ഒരു കബറിലേക്ക് ഒരു മനുഷ്യനെ വച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കബറിന്റെ ആലിംഗനമാണ്. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അത് കഴിഞ്ഞാണ് ചോദ്യമൊക്കെ നടക്കുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ഈ ആലിംഗനം ഉണ്ടാകും. ചെറിയ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ഔലിയാക്കളാണെങ്കിലും ഈ ആലിംഗനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആലിംഗനം സ്നേഹത്തിൻ്റെതായിരിക്കാം, പക്ഷേ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വേദന ഉണ്ടാകും. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്നത് സായദിനെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. സായദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം സായദ് അൻസാരികളുടെ നേതാവാണ് സായദ് പറയുന്നത്. അദ്ദേഹം മരിച്ചപ്പോഴാണ് അർശ് കുലുങ്ങിയത്. ലോകത്തൊരു മനുഷ്യൻ മരിച്ചിട്ട് അർശ് കുലുങ്ങിയിട്ടുണ്ട്. അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കേന്ദ്രമാണ് അർശ്. ആ അർശ് കുലുങ്ങിയത് സായദ് റളിയല്ലാഹു മരിച്ചപ്പോഴാണ്. അദ്ദേഹം മരിച്ചപ്പോഴാണ് 70,000 മലക്കുകൾ ഇറങ്ങി. പ്രവാചകൻ പെരുവിരലിൽ നടന്നു. നബിയോട് ചോദിച്ചു, എന്തിനാണ് എന്റെ പെരുവിരൽ കുത്തി നടക്കുന്നത്? അപ്പോൾ വിശ്വാസം പറഞ്ഞത്, ഈ മലക്കുകളെ കൊണ്ട് നടക്കാൻ നമുക്ക് സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ പെരുവിരൽ കുത്തി നടക്കുന്നത്. അന്ന് വരെ ഭൂമിയിൽ ഇറങ്ങാത്ത 70,000 മലക്കുകൾ ഇറങ്ങിയ മനുഷ്യനാണ് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് പോലും ഈ ഖബർ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, വലബനുക്കൽ കാസിം, താങ്കളുടെ മകൻ കാസിമിനെയും വിട്ടില്ലേ? ചെറിയ കുട്ടിയല്ലേ കാസിം. കാസിം മരിച്ചപ്പോഴും ഖബർ ആലിംഗനം ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിനേക്കാൾ ചെറിയ കുട്ടിയല്ലേ ഇബ്രാഹിം. ഇബ്രാഹിം മരിക്കുമ്പോൾ കാസിമിന്റെ പ്രായം പോലുമില്ല, ചെറിയ കുട്ടി. ഇബ്രാഹിമിനെ പോലും ഖബർ ഞെരിക്കാതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഖബറിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഖബറിന്റെ ആലിംഗനമാണ്. അത് എളുപ്പമാക്കി കിട്ടാനും കുറച്ച് പ്രയാസരഹിതമായി കിട്ടാനും പ്രാർത്ഥിക്കാമെന്നല്ല അതിൽ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു അതിന്റെ വേദനകളിൽ നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അല്ലാഹ്